ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ കുറേ നാളായി ഞാനൊരു ലെങ്തി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ഷിഫ്റ്റിന് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങിപ്പോർത്ത് എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്താലോ എന്ന്. കുറേ ഷോർട്ട് വീഡിയോസൊക്കെ ആയിരുന്നു ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഞാനൊരു ക്യാബ് ബുക്ക് ചെയ്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുടെ വീട് വരെ പോകാൻ ഓർത്തു. അത് ഭയങ്കര പൈസ കുറവായ കാരണം അങ്ങനെ ഞാൻ ഇടയ്ക്ക് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം ഒരു ലേഡി ക്യാബ് ഡ്രൈവറായിരുന്നു. അപ്പോൾ ഞാനും പുള്ളിക്കാരിയും കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോയത്. ആൾ ആദ്യം ഫോണിലായിരുന്നു, പിന്നെ എന്നോടിങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു ലേഡി ഡ്രൈവറിൻ്റെ കൂടെ പോകുന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി ചിരിക്കുകയൊക്കെ ചെയ്തു. നല്ല കമ്പനിയായിരുന്നു. അപ്പോൾ ഒരു 15 മിനിറ്റിൽ ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുടെ വീടിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഞാൻ ഒരു 6:20 അവിടെ എത്തി. എനിക്ക് 7 മണിക്കാണ് ഷിഫ്റ്റ്. അപ്പോൾ 6:30 ടൈം പറഞ്ഞത്. അപ്പോൾ ഞാൻ നേരത്തെ വന്ന കാരണം അവിടെ കുറച്ച് നേരം ഇരുന്നു. അവിടെ പ്രത്യേകിച്ച് ഒച്ച അനക്കൊന്നുമില്ല, ഒരു ഭയങ്കര കാമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ എപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ ഓർക്കും ഇത് ഈ ഏരിയ കൊള്ളാലോ എന്ന്. കുറേ വണ്ടികളൊക്കെ കിടപ്പുണ്ട്, പക്ഷേ അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇത് കണ്ടു, ഒരു വെറൈറ്റി ചെടി കണ്ടു. വെറൈറ്റി മീൻസ് ഇവിടെ ഇത് നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾ കാർ ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട്, കയറി ഇരുന്നോളാൻ പറഞ്ഞു. ഇതാ കാറ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അടിപൊളിയൊരു കാറൊക്കെ തന്നെയാണ്. അപ്പം ഞാനോർത്തുന്ന പിന്നെ കയറിയിരിക്കാം, ബാക്കിലിരിക്കാം അല്ലേ, വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണ് ലെറ്റർ ഒട്ടിച്ചതാണോ? അപ്പോഴത്തേക്കും കയറിയിരുന്നേക്കാം. ഹലോ, അപ്പോൾ കുറേ നാളായി ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടല്ലേ. അപ്പോൾ ഞാൻ അതേ വർക്കിന് പോകുന്ന വഴിക്കാണ്, നല്ല ചൂടാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ആളുടെ കാറാണ്. അപ്പോൾ എനിക്ക് വേണ്ടി ഓപ്പൺ ചെയ്തിട്ടു. ആളിവിടെ അടുത്താണ് താമസിക്കുന്നത്. അപ്പം എന്നോട് കയറിയിരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ ആളിപ്പോൾ വരും. മിക്കവാറും കറക്റ്റ് ടൈമിലൊക്കെയാണ് എത്തുന്നത്. നമ്മളല്ലാതെ ബസ്സിനോ ഞാൻ ഡയറക്റ്റ് ക്യാബ് എടുത്തൊക്കെ പോകണമെങ്കിൽ ഒരു 5-10 മിനിറ്റിൽ ഞാൻ മുന്നേ എത്തും. പക്ഷേ ഇവരൊക്കെ കറക്റ്റ് ടൈമിൽ എത്തുന്ന ആൾക്കാരാണ്. കറക്റ്റ് ഇപ്പോൾ 7 മണിക്കാണ് ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ കറക്റ്റ് 7 ആയിരിക്കും, അല്ലെങ്കിൽ 6:59 അങ്ങനെയൊക്കെ എത്തുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുക. ഇപ്പോൾ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, വിസ പ്രശ്നങ്ങളും ഇതൊക്കെ. ഇപ്പം ഞാൻ പണ്ട് ഇപ്പോൾ വന്ന സമയം തൊട്ട് ഉള്ള എൻ്റെ പഴയ വീഡിയോസിലൊക്കെ ഞാനിത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ പൈസ കൊടുത്ത് ഇപ്പോൾ വിസ കിട്ടാതെയും ഇപ്പോൾ നാട്ടിൽ നിന്നൊക്കെ ഓരോരുത്തർ ലോൺ എടുത്തൊക്കെ വിസ കിട്ടും എന്നുള്ള രീതിയിൽ ലോൺ എടുത്തൊക്കെ ഒത്തിരി എമൗണ്ടൊക്കെ കൊടുത്ത് ലാസ്റ്റ് ഇവിടെ വരുമ്പോഴത്തേക്കിനും ഷിഫ്റ്റ് ഇല്ല, എന്താ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കാതെ അങ്ങനെ നമ്മൾ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പൈസ കൊടുത്ത് വിസ എടുക്കുന്നതൊക്കെ അതുപോലെ അന്വേഷിച്ചിട്ടും ഡയറക്റ്റ് ആയിട്ട് എന്താ പോയി സംസാരിച്ച് അങ്ങനെയൊക്കെ അല്ലാതെ ഇങ്ങനെ ഇത്രയും എമൗണ്ട് കൊടുത്ത് വിസ എടുക്കുന്നതൊക്കെ ഒത്തിരി പേര് ഇതേപോലെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്യുക. ഞാൻ ഇതിനെപ്പറ്റി കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഡൊമിസിലറി കെയർ ആണെങ്കിലും വിസ ഉണ്ട് എന്നും പറഞ്ഞ് നാട്ടിൽ നിന്ന് ആളുകളെ ഇവിടെ കൊണ്ടുവരും. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കിനും ലൈസൻസൊക്കെ വേണമായിരിക്കും അതിന്. പിന്നെ ഇവിടെ വണ്ടി എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. എസ്പെഷ്യലി ഡൊമിസിലറി കെയർ ചെയ്യുന്നവർക്ക് വണ്ടി ഇല്ലാണ്ട് പറ്റത്തില്ല. പിന്നെ ആയിരിക്കും ഷിഫ്റ്റ് അവേഴ്സ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ലൈഫ് മുന്നോട്ട് പോകാൻ വേണ്ടി ഭയങ്കര പാടായിരിക്കും. അങ്ങനെയൊക്കെ കുറേ സിറ്റുവേഷൻസൊക്കെ വന്ന കുറേ പേരെ നമുക്കറിയാം. സോ ഇതിപ്പോൾ പുതിയ ഒരു കാര്യമൊന്നും അല്ല ഈ പൈസ മേടിച്ചിട്ട് വിസ കൊടുക്കാണ്ടിരിക്കുന്നതൊക്കെ. ഇതൊക്കെ പണ്ടേ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നോക്കിയും കണ്ടുമൊക്കെ ചെയ്യുക. കുറേ വീഡിയോസൊക്കെ ഉണ്ട് ഇതിനെപ്പറ്റിയൊക്കെ. ഇപ്പം ഞാനും പണ്ട് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതേപോലെ മറ്റാൾക്കാരും ഈ പൈസ മേടിച്ച് വിസ കൊടുക്കാതിരിക്കുന്നതിനെ പറ്റിയൊക്കെ ഒത്തിരി ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നതാണല്ലോ. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് ചെയ്യുക. ഞാനിപ്പോൾ ഷിഫ്റ്റിന് പോകാനിരിക്കുകയാണ്. അപ്പം ഈ ഒരു ടൈമിൽ കുറേ പേര് ഈ മെറ്റേണിറ്റി ലീവൊക്കെ ആയ കാരണം നമുക്ക് കുറച്ച് എക്സ്ട്രാ ഷിഫ്റ്റൊക്കെ ചെയ്യേണ്ടി വരും. ഞാൻ സാധാരണ 3 ഷിഫ്റ്റ്, ഇടയ്ക്കൊരു 4 ഷിഫ്റ്റ് അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നൈറ്റും കൂടെ ആയ കാരണം നമുക്ക് അധികം എടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഹെൽത്തൊക്കെ ഭയങ്കര ഇതാവും. ഇപ്പം തന്നെ നമുക്ക് അത്യാവശ്യം ഈ നൈറ്റ് തന്നെ ഈ കണ്ടിന്യൂസ് ചെയ്യുന്നതിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം പറ്റുന്ന പോലെ കിടന്നുറങ്ങും നൈറ്റൊക്കെ. ഇപ്പം പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞേക്കാം, അവരെ നമ്മൾ ഷിഫ്റ്റ് കഴിഞ്ഞ് ചെന്നിട്ട് സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി പോകണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് എണീറ്റ് കുക്ക് ചെയ്ത് വെക്കണം. അന്നേരം പിള്ളേർ ഉച്ച കഴിഞ്ഞ് വരും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കൊരു പ്രോപ്പർ ഒരു മിനിമം ഒരു 6-7 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യം കുറേ പേര് പറഞ്ഞിട്ടുണ്ട്.
ഇപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പം എൻ്റെ ഹസ്ബൻഡും നൈറ്റാണ് ചെയ്യുന്ന കാരണം ഞങ്ങൾ രണ്ടുപേരും വരിക, ഒന്നിച്ച് ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങും. മാക്സിമം പോകുന്നതിൻ്റെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുന്നേ നമ്മൾ എണീക്കുള്ളൂ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ ഇപ്പോൾ ഉറക്കം ഭയങ്കര ഒരു പ്രശ്നമാണ് ഈ നൈറ്റ് ചെയ്യുന്നവർക്ക്. സോ മാക്സിമം പറ്റുന്ന പോലെയൊക്കെ റെസ്റ്റ് എടുക്കുക, അത് മാത്രമേ നമുക്കിപ്പം ചെയ്യാനുള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. പിന്നെ ഇവിടെ വിസ ഇമിഗ്രേഷൻ സംഭവങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഒത്തിരി ഡേ ബൈ ഡേ പുതിയ കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവർക്ക് തന്നെ ഒരു നിശ്ചയമില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നത്. ഏതൊക്കെയാണ് സത്യം, ഏതൊക്കെയാണ് വെറുതെ പറയുന്നതെന്നൊക്കെ ആർക്കും ഒരു നിശ്ചയമില്ലാത്ത രീതിയിൽ തോന്നിപ്പോകും. പിന്നെ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള അറിയണമെങ്കിൽ മിക്കവാറും ഒരു ലോയറിൻ്റെ അടുത്ത്, ഒരു സോളിസിറ്ററിൻ്റെ ഒക്കെ അടുത്ത് പോകേണ്ട വരും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാവരും ഭയങ്കര കൺഫ്യൂസ്ഡാണ്. ഇത് നിലവിൽ വന്നോ അതോ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ കുറേ ലൂപ്പ് ഹോൾസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ കറക്റ്റ് ഇതിനെപ്പറ്റി ഒരു കൃത്യമായ ധാരണ ഉള്ളിടത്ത് പോയിട്ടേ കാര്യമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പം പൊതുവേ സ്റ്റുഡൻസിൻ്റെ വരവെല്ലാം കുറഞ്ഞു. പുതിയ വിസ കൊടുക്കുന്നതും എന്നതിലൊക്കെ ഒത്തിരി റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇപ്പം ഉള്ളിടത്ത് തന്നെ റിന്യൂ ചെയ്ത് കൊടുക്കുമോ എന്നും അറിയത്തില്ല. അങ്ങനെയൊക്കെ പല ഇതിലൂടെ ആൾക്കാർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു ഏരിയ എന്ന് പറയുമ്പം ഇത് ലൈറ്റൺ റോഡെന്ന് പറയും, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ താമസിക്കുന്നിടത്തുനിന്ന് ഇങ്ങോട്ടൊരു മാക്സിമം ഒരു 9 പൗണ്ട് 10 പൗണ്ട് നമ്മുടെ ക്യാബിനാവത്തുള്ളൂ. ഇന്ന് എനിക്ക് 6 പൗണ്ടിന് കിട്ടി. അപ്പം ഞാനിപ്പോൾ ബസ് എടുത്ത് പോകണമെങ്കിലും 3 പൗണ്ട് 2 ബസ് കയറണം. അപ്പോൾ 6 പൗണ്ട് ആകും. അപ്പോൾ പിന്നെ ഇവിടെ വരെ ക്യാബിന് വന്നാൽ കാറിനങ്ങ് പോകാമല്ലോ, ഇയാളുടെ കൂടെ കാറിനങ്ങ് പോകാമല്ലോ എന്ന് ഓർത്ത് ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ ആരെങ്കിലും ഇതേപോലെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആരുടെയും കൂടെ ക്യാബിനോ അല്ലെ കാറിനൊക്കെ ആയിട്ടേ പോകത്തുള്ളൂ. ഇപ്പം ഈ ഒരു ഏരിയ ലൈറ്റൺ റോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ശ്മശാന മൂകത എന്നൊക്കെ പറയത്തില്ല, അതുപോലൊരു സ്ഥലമാണ്. എന്നുവെച്ചാൽ ഇങ്ങനെ എന്തോ പോലെ ഭയങ്കര സൈലൻസ് ആയിട്ടുള്ളൊരു സ്ഥലം. ഞാൻ ഇവിടെ വരുമ്പോൾ എപ്പോഴും അത് ഓർക്കും. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു, കാരണം വലിയ ഒച്ചമേളമൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് ഉറക്കത്തിൻ്റെ ഡിസ്റ്റർബൻസ് ഒന്നും കാണത്തില്ല. നമ്മൾ ഈ കുറച്ച് സിറ്റി ഏരിയയിലിട്ടൊക്കെ ആണെങ്കിൽ ഈ വണ്ടികളുടെ സൗണ്ടൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഉറക്കം ഡിസ്റ്റർബൻസ് ആകും. കാരണം നമ്മളിപ്പം ഇവിടെ സമ്മർ ചൂടൊക്കെയാണ്, നമ്മൾ വിൻഡോസൊക്കെ ഓപ്പൺ ചെയ്തിട്ടേ നമുക്ക് കിടക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ കയ്യിൽ ചെറിയൊരു ഫാനുണ്ട്, പക്ഷെ അത് വെച്ചാൽ നമ്മൾ വിൻഡോ ക്ലോസ്ഡ് ആണെങ്കിൽ നമുക്ക് ഭയങ്കര സഫോക്കേറ്റ് ആ ഒരു ഫീലായിരിക്കും. സോ ഒച്ചയും വെള്ളമൊക്കെ ആണെങ്കിൽ നമ്മുടെ ഉറക്കം ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. അതേപോലെ തന്നെ ഇപ്പോൾ ഷെയർഡ് കിച്ചണും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മുടെ അപ്പുറത്ത് റൂമൊക്കെ ഉണ്ടെങ്കിൽ ചില സ്ഥലത്ത് പ്രത്യേകത എന്ന് പറയുമ്പോൾ അവർ ഡോറ് വലിച്ചടയ്ക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ആ സൗണ്ട് കേൾക്കാൻ പറ്റും. നമ്മുടെ ഉറക്കം അങ്ങനെയും ഡിസ്റ്റർബ്ഡ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയയിൽ കുറേ വീടുകൾ ബാക്കിൽ ഇങ്ങനെ ഷെയർഡ് ആയിട്ടുള്ള അക്കോമഡേഷൻസ് ആണെന്ന് തോന്നുന്നു. ചെറിയ ഫ്ലാറ്റ് പോലൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു, കൊള്ളാം. ഭയങ്കര ഒരു കാമായിട്ടുള്ളൊരു സ്ഥലം. ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്ക് ഇവിടെ വീടാണുള്ളത്. ആൾ നൈജീരിയക്കാരനാണ്. സോ ഞാൻ പുള്ളിനോട് ചോദിച്ചപ്പോൾ പുള്ളിക്ക് ഈ ബാക്കിൽ കാണുന്ന അവിടുത്തെ അക്കോമഡേഷൻസ് ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു. പുള്ളി ഇവിടെ താമസിക്കുന്നത് ഒരു വീടെടുത്താണ്, 3 BHK, റെൻറ്റ് മാത്രം 900 പൗണ്ടോ അങ്ങനെ എന്തോ പറഞ്ഞു. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു സ്ഥലം. പുള്ളി വരുന്നുണ്ട്. ഇദ്ദേഹമാണ് അദ്ദേഹം. ഇപ്പം ഇയാളുടെ കൂടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ബാക്കിലിരുന്ന് ഞാൻ ഫ്രണ്ടിൽ പോയിരുന്നു, കാരണം ഞാൻ മാത്രമുള്ളായിരുന്നു. സാധാരണ വേറെ സ്റ്റാഫ് ഉണ്ടെങ്കിലും ആരെങ്കിലുമൊക്കെ കാണുന്നതാണ്. ഞാൻ 6:20 എത്തി, പക്ഷെ ആൾ വന്നപ്പോൾ 6:40. ഞങ്ങളിന്ന് ലേറ്റായിട്ടാണ് എത്തിയത്. 7 മണി കഴിഞ്ഞു എത്തിയപ്പോഴത്തേക്കും. ചെറിയ ട്രാഫിക്കും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പുള്ളി കടയിലൊക്കെ കയറി കോക്കൊക്കെ മേടിച്ചുകൊണ്ടാവുന്നത്. സോ പിന്നെയും സമയം ലേറ്റായി. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക് ടൈമിലെ ഫുഡ് ഞാനിന്നൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് വെള്ളം കുടിക്കും അല്ലെങ്കിൽ കാപ്പി കുടിക്കും, എന്തെങ്കിലും സ്നാക്സ് തന്നെ, അത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഷിഫ്റ്റിനിടയ്ക്ക് ഞാൻ വീഡിയോസൊന്നും എടുത്തില്ലായിരുന്നു. ഇതിപ്പോൾ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന വഴിയാണ്. ഇത് കണ്ടോ, നമ്മുടെ ഇവിടുത്തെ ഏരിയയും അത്യാവശ്യം
എന്താ നീറ്റൊന്നും അല്ലാണ്ടാണ് കിടക്കുന്നത്. കണ്ടോ, വേസ്റ്റൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ക്ലീനാണ് ഇവിടെ എന്നൊന്നും ആരും വിചാരിക്കണ്ട. ബേബിനെ ഒരു കുളിയൊക്കെ പാസ്സാക്കി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്.